ഇന്ന് നമ്മളിങ്ങനെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും മികച്ചതാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ലോകത്തിന്റെ മാതൃകയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് അവസ്ഥ, എന്താണ് കാര്യം? അത് പറയാതെ പോവാൻ കഴിയില്ല. നാഷണൽ അച്ചീവ്മെന്റ് സർവേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേയാണ്. ആ സർവേ പറയുന്നത് ലേണിംഗ് ഔട്ട്കം അത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാതെ പോവാൻ കഴിയില്ല. അസറിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അസർ എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയ, ഒരു സ്വതന്ത്ര ഏജൻസി നടത്തിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. 2ാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിലെ ഒരു പാഠം അത് തെറ്റുകൂടാതെ വായിക്കാൻ കഴിയുന്ന 2ാം ക്ലാസ്സുകാരുടെ എണ്ണം 20% മാത്രമാണ് എന്ന്. 2ാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ തെറ്റുകൂടാതെ വായിക്കാൻ കഴിയുന്ന 2ാം ക്ലാസ്സുകാരുടെ എണ്ണം 20% എന്നും, അതേ പാഠം വായിക്കാൻ കഴിയുന്ന 5ാം ക്ലാസ്സുകാർ 64% അതേ പാഠം വായിക്കാൻ കഴിയുന്ന 8ാം ക്ലാസ്സുകാർ 83% എന്നും. എന്തുകൊണ്ടാണ് കേരളം സാക്ഷരതയിൽ 1ാം സ്ഥാനത്തേക്ക് പോകാത്തത് എന്നതിന്റെ ഉത്തരം ഇതിലുണ്ട്. വളരെ ആസൂത്രിതമായ ശ്രമകരമായ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. നമുക്ക് കേരളത്തിന്റെ മേനി തിരിച്ചു പിടിക്കണം. കേരളത്തിന്റെ മേനി നമുക്ക് തിരിച്ചു പിടിക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വർത്തമാനകാല ചർച്ചയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 30 യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ എത്ര കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ മേന്മ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും ഒക്കെ ഈ ലിസ്റ്റിൽ എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും കാലോചിതമായ മാറ്റങ്ങൾക്ക് സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ സമൂഹം അതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്.